എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ രാമായണ പാരായണത്തിന്റെ 30-ാം ദിവസമായ ഇന്ന് ഈ പരിപാടിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും സ്വതക്ഷണിച്ചുകൊണ്ട് സ്വാഗതം വേണ്ടി ഈ യോഗത്തിലേക്ക് ശ്രീ CV ദാമോദരൻ ചടയങ്ങനി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ രാമായണ പാരായണ പരമ്പരയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി WCSS തമിഴ്നാട് സമിതി പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികളെ സ്വാഗതം ചെയ്യുന്നു. ഓൺലൈൻ പാരായണ പരമ്പരയുടെ സംഘാടക സമിതി അംഗങ്ങളെ, വനിതാ വേദി അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പരിപാടിക്ക് ആമുഖ പ്രഭാഷണം അവതരിപ്പിച്ച ശ്രീ വിശ്വനാഥൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ന് രാമായണ പാരായണം നടത്തുന്ന ശ്രീ സുമിത്ര അവരെയും ശ്രീ ഭാസ്കർ മാസ്റ്റർ അവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ സന്ദേശം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട കുമാരി അഭിനന്ദനയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ശ്ലോകം അവതരിപ്പിക്കുന്ന ശ്രീമതി പുഷ്പലതയെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സ്വാഗതം ചെയ്തുകൊണ്ട് കയ്യൂന്നി പ്രാദേശിക സമിതി അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നിർത്തട്ടെ. ഇന്നത്തെ പാരായണം ചെയ്യുന്നതിന് ശ്രീമതി സുമിത്ര അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സുമിത്ര വേണ്ടണ പാരായണം ചെയ്യുന്ന ഭാഗം രാവണവധം. ഹരിശ്രീ ഗണപതായേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മീ സുരഭിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാവണവധം. രാഘവൻ മാതലിയോടരുളി ചെയ്തേ രാഹുലാമെന്നിയെ തെർന്നടത്തിയിടു നീ. മാതലി തരതി വേഗേന കൂട്ടിനാൻ ഏതുമേ ചഞ്ചലമില്ലാതെ ശാസ്യനും. മൂടി പൊടി കൊണ്ടു ദിക്കുമുടനിട കൂടി ശരങ്ങളും എന്തൊരു വിസ്മയം. രാത്രിഞ്ചരന്റെ കുടിമരം ഗണ്ഡിച്ചു രാത്രിയിലിട്ടു ദശരഥപുത്രനും. യാദൂദാനാധിപൻ വാജികൾ തമ്മയും മാതലി തന്നെയോ മേറെയ്തിടിനാൻ. ചൂലം മുസലാഗരാദികളും മേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. സായകാജാലം പൊഴിച്ചവയും മുറി ചായോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞു മകൻ വലം വെച്ചു ഏറ്റവുമിടം വെച്ചു മൊട്ടു പിൻവാങ്ങിയും. സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളികളുടെ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാമീ വണ്ണം ഉണ്ടാകയുമില്ലീ വണ്ണാമിനി മേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിടിനാർ. നന്നു നന്നെന്നു തെളിഞ്ഞിതു നാരദൻ. പൗലസ്ത്യരാഘവൻ മാതൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും ഭീതിനീതാനും വിറച്ചിതു വാരമായി. പാദോനിധിയോ മറിഞ്ഞിതോ പാതാളവാസികളും നടുങ്ങിടിനാർ. അമ്പുതി അമ്പുതിയോടെന്നെതിർക്കിലും അമ്പരത്തോടെ നിർത്തിയിടിലും. രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളുമാത്തു രാഘവൻ. രാത്രിഞ്ചരന്റെ തലറുത്തുടൻ രാത്രിയിലിട്ടാൻ അതു നേരം അപ്പോഴേ. കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും. ഉണ്ടായതപ്പോൾ അത് രാഘവൻ ദണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ രക്ഷണാൻ. ഇത്തം മുറിച്ചു 101 തലകളെ വൃത്തിയിലിട്ടു സത്തമൻ. പിന്നെയും നന്നു നന്നെത്രയും
ഇങ്ങനെ 100,000 തല പോകിലും എന്നും കുറവില്ലവൻ കലാപത്തിനും. രാത്രി ജറിവൻ തന്നെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേതുലോ. കുംഭകർണൻ മകരാക്ഷൻ കരൻ ബാലി വമ്പനാമാരി ജീവരാതിയാം. ദുഷ്ടരെ കൊന്ന ബാണത്തിനെന്തെന്തതേ ദുഷ്ടൂരനാം ഇവനെ കൊല്ലുവാൻ മടി. ഉണ്ടായതീദശ കണ്ടനെ കൊല്ലുവാൻ കണ്ടീലുപായവോ ഈശ്വരാ. ചിന്തിച്ചു രാഘവൻ പിന്നെയുമാദശ അന്തരന്മയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുവള കൊണ്ടുവരൻ. ഉണ്ടായതുള്ളിൽ ഒരു ദിന വന്നേരം പുഷ്പസമങ്ങളാൽ വന്നു ശരങ്ങളും കുറഞ്ഞു ദശാസിന്ധു നിർണയം. 7 ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം. അതിലേതാനും ചൊല്ലിടി ഏതും വിഷാദമും കായിക മാനസേ. മുന്നമഗസ്ത്യ തപോധനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാമഹാസ്ത്രമാതായെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീ തന്നോടിനി ഒന്നിടുവാൻ ദശ കണ്ടനെ നിർണയം. എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു രാഘവൻ. സൂര്യാനലന്മാരതിനു തരം തൂവൽ വായുവും അന്തരാമേരുക്കൾ മധ്യമായി. വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ വേദിച്ചു വാരുതിയിൽ ചോര കഴുകി മുഴുകി അരുത വേഗൻ തന്നെ തുണിയിൽ വന്നിങ്ങു തെളിവോടും ബാണവും എന്തൊരു വിസ്മയമന്നേരം. തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ മരാമരം നീന പോലെ തഥാ. കൽപ്പക വൃക്ഷ തൂകിനാൻ ഉൽപ്പന്നമോദേന വാനരേവരും. അർക്ക കുലോദ്ഭവൻ മൂർധനി മേൽക്കുമേ ചക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവൻ തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ ഉദിച്ചാൻ അതു നേരം. മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ലോകവും. താപസന്മാരും ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോടിയകമ്പു ലങ്കാപുരേ. ശേഷിച്ച രാക്ഷസരൊക്കെ ഒടിയകമ്പുക്കോ കേഴ തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. കേഴ തുടങ്ങിനാനൊക്കെ ലങ്കാപുരേ. അടുത്തതായി പാരായണം ചെയ്യുന്നതിന് ഭാസ്കർ മാസ്റ്റർ വെണ്ടൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരിശ്രീ ഗണപതയേ നമഃ. നമഃ അവിഘ്നമസ്തു. ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് രാവണവധം ഭാഗ്യഭാഗവും വിഭീഷണ രാജ്യാഭിഷേകവും. ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന മഹാശയനോജിതനായ നീ പാരിലി വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനതാർക്കൊഴിക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശനരുൾ ചെയ്തി താതരാൽ. എന്നോട് അഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാം ഇവൻ തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗ സിദ്ധിക്കൂ പാരം സുഹൃതികൾക്കെന്നിയോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങിയതിവൻ നീ ശേഷക്രിയക്കു തുടങ്ങുക വൈകാതെ. ഇത്തമരുൾ ചെയ്
കേണു വന്നിടിനാൾ. ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞു ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞുമാറംഗം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്ക്തിരഥാത്മജൻ അപ്പോൾ അരുൾ ചെയ്തു പങ്ക്തി മുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം. തത്ര വിഭീഷണൻ ചൊന്നാൾ ഇവന്നോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ, യോഗ്യമല്ലേതു മടിയേൻ ഇവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ടന്നേരം വന്ന ബഹുമാനമോടെ രഘുത്തവൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മദ്ബാണമേറ്റു രണാന്തേ മരിച്ചോരു കർബുധാരീശ്വരനറ്റിതു പാപങ്ങൾ വൈരവുമാവരണാന്തൻ ആകുന്നേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്കതീനേതും അകപ്പെടാ. ചന്ദനഗന്ധാദി കൊണ്ടു ചിതയുമാൻ അന്തേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ മല്യങ്ങൾ കൊണ്ടും തഥാ നഗ്നഞ്ചരാധിപദേഹാവലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചു അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടാൻ. മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു നിജ നിജ മന്ത്രം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും. വിഭീഷണ രാജ്യാഭിഷേകം. ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും രക്ഷോവരനാം വിഭീഷണായി മയാ ദത്തമായോരു ലങ്കാരാജ്യമുപ്പുക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്കനീ എന്നതു കേട്ടു കവീവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വധിഘോഷത്തോടു താപസന്മാരുമായി അർത്തു വിളിച്ചഭിഷേകവും ചെയ്തിരു. ഭൂമിയും ചന്ദ്രദിവാകരാദിയും രാമകഥയും ഉള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യ അലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം പൂജന ഭീഷണനായിക്കൊണ്ടു രാജ്യവാസികൾ കാഴ്ചയും വെച്ചിതു. വാച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നസ്തയാ രാഘവൻ തൃക്കാൽക്കൽ വെച്ചവി അഭിവാദ്യവും ചെയ്തു വിഭീഷണനാഥരാൽ നക്തഞ്ജരേന്ദ്ര പരിഗ്രഹിക്കാൻ. ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്നു ചിൽ പുരുഷൻ പ്രസാദിച്ചരുളേടിനാൻ. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ ചെയ്തിതു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ. തുൽസഹായ അത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചിരു നിശ്ചയം. ലങ്കേശനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീന അഭിഷേകവും ചെയ്തു. നമസ്കാരം. വെറ്റില ചെല്ലമെടുത്തു വെച്ചു മുത്തശ്ശിയൊന്നു മുറുക്കി കണ്ണടച്ചൊന്നു ജപിച്ചു പിന്നെ മുത്തശ്ശി തുടങ്ങി രാമ ഹരി ജയ രാമ ഹരി ജയ രാമ രാമ ഹരി ജയ രാമ രഘുരാമ ഹരി ജയ രാമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ പട്ടേൽ പ്രഭാകരൻ അവരുടെ മുത്തശ്ശി രാമായണം എന്നുള്ള ഇതിലെ ഏതാനും വരികളാണിത്. എന്തുകൊണ്ടും ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തില് മുത്തശ്ശിമാരുടെ ഒപ്പം രാമായണം വായിക്കുക അല്ലെങ്കിൽ കുറച്ച് സമയം ചെലവഴിക്കുക, ഇതൊക്കെ വളരെ നമ്മളിൽ നിന്ന് വളരെ കുറച്ച്
കുറച്ച് വിരളമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ള വീടുകളിൽ. അപ്പൊ ഇത്തരത്തിലുള്ള വരികളൊക്കെ അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർമ്മം ഇവിടെ പാരായണം ചെയ്ത വരികളുടെ അല്ലെങ്കിൽ ഭാഗങ്ങളുടെ സന്ദേശം നൽകുക എന്നതാണ്. ഇന്ന് ഇവിടെ ആദ്യം രാവണവധം അതിൽ നിന്ന് തുടങ്ങാം. രാവണവധത്തിലെ രാമരാവണ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. രാവണനെ വധിക്കാനുള്ള ആ യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ രാവണനെ വധിക്കേണ്ട ഒരു 3 ഘട്ടങ്ങളായിട്ട് വധിക്കുന്നു എന്ന് നമുക്ക് പറയാം. ആദ്യത്തേതില് രാമൻ ആദിത്യ ഹൃദയ സ്തോത്രമൊക്കെ ജപിച്ചിട്ട് 3 തവണ ജപിച്ചിട്ട് രാമന്റെ ആയുധം എടുത്തിട്ട് രാവണന്റെ ശിരസിലേക്ക് അമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അമ്പ് രാവണന്റെ ശിരസിൽ തറയ്ക്കുന്നുണ്ട്, ശിരസ് താഴെ വീഴുന്നുണ്ട്. തുരിതരെ രാമൻ ഇങ്ങനെ അമ്പുകള് എയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 10, 20, 30 അമ്പുകളല്ല, 100 എയ്ത് കഴിഞ്ഞ് 101ാമത്തെ അമ്പും രാമൻ എഴുതിട്ടും പെട്ടെന്ന് രാമന്റെ അത്ഭുതം എന്ന് പറയട്ടെ, രാവണന്റെ ശിരസ് താഴെ വീഴുന്നുണ്ട്. പനമ്പഴം വീണ പോലെ എന്നാ പറയണത്. എല്ലാ ശിരസുകളും ഇങ്ങനെ താഴെ വീഴുന്നുണ്ട്, പക്ഷെ അത് പഴയ പോലെ തന്നെ വരുന്നുണ്ട്. രാമൻ ആകെ അതിശയായി. ഞാൻ അമ്പ് ചെയ്യുന്നുണ്ട്, രാവണന്റെ ശിരസിൽ തട്ടുന്നുണ്ട്, അത് താഴെ വീഴുന്നുണ്ട്, പക്ഷെ അത് അതേപോലെ തന്നെ വരുന്നുണ്ടല്ലോ എന്ന് രാമൻ അതിശയായി. അപ്പോഴാണ് രാവണ സഹോദരൻ രാമഭക്തനായ വിഭീഷണൻ രാമനോട് പറയുന്നുണ്ട്, രാവണന്റെ ശിരസിൽ അമ്പ് ചെയ്തിട്ട് കാര്യമില്ല രാമ. രാവണന്റെ ശക്തി കുറയ്ക്കാനോ രാവണനെ വധിക്കാനോ അത് സഹായിക്കില്ല രാമ. രാവണനെ ശക്തി കുറയ്ക്കണം അല്ലെങ്കിൽ വധിക്കണമെങ്കിൽ രാവണന്റെ നാഭിയില് കുണ്ടലാകാരത്തിൽ അമൃതം ഉണ്ട്. അത് വറ്റിച്ചാലേ രാവണന്റെ ശക്തി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ രാവണനെ വധിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. ഇത് കേട്ട് ശ്രീരാമൻ അദ്ദേഹത്തിന്റെ അസ്ത്രം എടുത്തിട്ട് രാവണന്റെ നാഭിയെ ലക്ഷ്യമാക്കി അത് ഉന്നം ചെയ്ത് അത് രാമൻ എയ്യുന്നുണ്ട്. അത് നാഭിയിൽ തട്ടുന്നുണ്ട്. രാവണന്റെ ശക്തികളെല്ലാം നഷ്ടപ്പെടുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോഴാണ് രാവണൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, രാമൻ എത്ര നേരം ശിരസിലാണല്ലോ അമ്പ് ചെയ്തിട്ടുണ്ടാകുന്നത്, പെട്ടെന്ന് എങ്ങനെയാണ് രാമൻ എന്റെ നാഭിയെ, എന്റെ വീക്ക് പോയിന്റ് അതാണെന്ന് മനസ്സിലാക്കി നാഭിയെ ലക്ഷ്യമാക്കി അസ്ത്രം ഉപയോഗിച്ചത് എന്ന് രാവണൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് രാവണന് വിഭീഷണന്റെ മുഖം ഓർമ്മ വന്നത്. അപ്പോഴാണ് എന്റെ സഹോദരൻ, എന്റെ കൂടെ നിൽക്കേണ്ടവൻ രാമന്റെ കൂടെ നിന്നിട്ട് എനിക്ക് ചാരപ്പണി ചെയ്യാണല്ലേ എന്നുള്ള ചിന്ത രാവണനിലേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ രാവണൻ അതിക്രൂധനായിട്ട് രാവണന്റെ ബാക്കിയുള്ള എല്ലാ ശക്തികളും ഉപയോഗിച്ച് വിഭീഷണന് നേരെ ആയുധം പ്രയോഗിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രീരാമൻ ആ ആയുധം തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം മാതലി, രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് മാതലി ശ്രീരാമനോട് ഉപദേശിക്കുന്നുണ്ട്, രാവണനെ കൊല്ലാനുള്ള സമയം അടുത്തിരിക്കുന്നു. രാവണന്റെ ജീവമർമ്മം അയാളുടെ ഹൃദയമാണ്. ഹൃദയത്തിലേക്ക് നമ്മൾ ഉന്നം ചെയ്ത് ഹൃദയത്തിനെ ഹൃദയം പിളർന്നാലേ രാവണന് മരണം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് മാതലി. ഇത് കേട്ട് രാമൻ എല്ലാം ജപിച്ച് എല്ലാത്തിനും സജ്ജനായിട്ട് രാമൻ രാവണന്റെ ഹൃദയം നോക്കി, മാറിടം നോക്കി, ഹൃദയം നോക്കി അസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. അത് രാവണന്റെ ഹൃദയത്തിൽ തറയ്ക്കുന്നുണ്ട്. രാവണൻ പെട്ടെന്ന് തന്നെ ഒരു വൃക്ഷം എങ്ങനെയാണോ കടപുഴകി വീഴുക, അതേപോലെ പെട്ടെന്ന് ഒരു വൃക്ഷം നിലത്ത് ഭൂമിയിൽ പതിക്കണമെങ്കിൽ രാവണൻ പതിക്കില്ല. ഇത് കണ്ടിട്ട് അവിടെയുള്ള രാക്ഷസന്മാരൊക്കെ ഭയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട. അവരുടെ രാജാവ് രാവണൻ മരിച്ചു എന്നുള്ളൊരു സത്യം അവർ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു ഓടുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ വാനരന്മാര്, രാമന്റെ കൂടെയുള്ള വാനരന്മാർക്ക് അങ്ങേയറ്റ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം വിഭീഷണ രാജ്യാഭിഷേകത്തില് യുദ്ധത്തിന് ശേഷം രാവണൻ മരിച്ചു. അതിനുശേഷം രാമൻ ഉടനെ തന്നെ ലക്ഷ്മണനെ വിളിച്ച് പറയുന്നുണ്ട്, ലക്ഷ്മണ വേഗം തന്നെ വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കൂ, അതിനുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ ചെയ്യൂ, വിഭീഷണന്റെ പട്ടാഭിഷേകം വേഗം തന്നെ ചെയ്യൂ എന്ന് രാമൻ പറയുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മണൻ ജ്യേഷ്ഠനെ അനുസരിച്ചിട്ട് വേഗം പോയിട്ട് വിഭീഷണന്റെ പട്ടാഭിഷേകത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവിടെയുള്ള ജനങ്ങളും വിഭീഷണനും ഒക്കെ പറയുന്നുണ്ട്, രാമ അങ്ങ് തന്നെ ഇവിടുത്തെ രാജാവാകൂ. രാമൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ഇതിനേക്കാൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. രാമന്റെ അവതാര ലക്ഷ്യം എന്ന് പറയുന്നത് രാവണനെ വധിക്കുക എന്നതാണ്. അല്ലാതെ ലങ്കയിലുള്ള സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ലങ്കയെ അനുഭവിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും രാമന്റെ അവതാര ലക്ഷ്യമല്ല. അതിനെക്കുറിച്ച് രാമന് നല്ല ബോധ്യമുണ്ട്. രാമൻ അതിനുശേഷം വിഭീഷണാഭിഷേകം കഴിഞ്ഞു, എല്ലാവർക്കും സന്തോഷമായി. അതിനുശേഷം സീതാസ്വീകരണം, ഈ യുദ്ധത്തിന്റെ കാര്യമൊക്കെ ലക്ഷ്മണൻ സീതാദേവിനെ അറിയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെയുള്ള സ്ത്രീകളൊക്കെ സീതാദേവിനെ സ്വർണത്തില് സുന്ദരിയാക്കി കൊണ്ടിരുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ നമുക്കറിയാം ലങ്കയിലുള്ളത് മായാസീതയാണ്, യഥാർത്ഥ സീത ബഹിമണ്ഡലത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം. അതിനുശേഷം സീതാദേവി പറയുന്നുണ്ട്, ഞാൻ പരിശുദ്ധിയാണ്, പവിത്രയാണെന്ന് എനിക്ക് ലോകത്തിന് അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഗ്നിദേവനോട് പറഞ്ഞ അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറാവുന്നുണ്ട്. അഗ്നിപരീക്ഷയ്ക്കൊടുവിൽ അഗ്നിദേവൻ പറയുന്നുണ്ട് സീത പവിത്രയാണ് എന്ന് പറയുന്നത്. ആ സീതാ സ്വയംവര സ്വീകരണത്തിൽ തന്നെ അവസാന ഭാഗത്തിൽ വിഭീഷണൻ പറയുന്നുണ്ട്, രാമ
2 ദിവസം അവിടെ തങ്ങിയിട്ട് പോകൂ രാമ എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാമൻ പറയുന്നുണ്ട്, ഇല്ല, എന്നെ കാത്ത് ഭരതൻ അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഈ ഭാഗങ്ങളുടെ സന്ദേശം. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കേണ്ട മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ, രാവണവധത്തില് രാമൻ നമുക്കറിയാം അത്രയും നല്ല ശക്തിവാനായ ആളാണ് രാമൻ, എല്ലാമാണ് രാമൻ. പക്ഷെ രാമന് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വിഭീഷണന്റെ മാതുലിയുടെ ഒരുപാട് പേരുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. അതേപോലെയാണ് നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് സഹായഹസ്തങ്ങൾ തരികയാണ്, അല്ലെങ്കിൽ സഹായങ്ങൾ തരികയാണെന്ന് ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, എല്ലാം ഏറ്റെടുക്കണമെന്നില്ല, നല്ലതാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതെടുക്കുക. ഒരുപക്ഷെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള, പെട്ടെന്ന് എത്താൻ, അല്ലെങ്കിൽ നമുക്ക് ഓരോരോ അറിവായിരിക്കാം, അത് പുതിയ പുതിയ അറിവായിരിക്കാം. അതിനുശേഷം വിഭീഷണ രാജ്യാഭിഷേകത്തിലേക്ക് വരുമ്പോ വിഭീഷണൻ എല്ലാരും പറയുമ്പോ രാമൻ പറയുന്നുണ്ട്, അഭി സ്വർണമയി ലങ്ക, അഭി സ്വർണമയി ലങ്ക ജന്നി ജന്മഭൂമിശ്ച സ്വർഗാദബി ഗരിയസി. അഭി സ്വർണമയി ലങ്ക, ലങ്ക അത്രയും ഭംഗിയുള്ളതായിരിക്കാം, ലങ്ക സ്വർണപൂരിതമായിരിക്കാം, അത്രയും ഭംഗിയുള്ളതായിരിക്കാം ലങ്ക. ലങ്ക വളരെ ചെറിയൊരു രാജ്യമാണ്, പക്ഷെ അത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ലങ്ക. പക്ഷെ അത്രയും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം ലങ്ക. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദബി ഗരീസി. എനിക്ക് എന്റെ ജനനിയും എന്റെ ജന്മഭൂമിയാണ് എനിക്ക് ഏറ്റവും വലിയ സ്വർഗത്തെ, ഒരുപക്ഷെ സ്വർഗത്തിനേക്കാൾ ഉപരി എനിക്ക് അവരാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് രാമൻ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഇപ്പോൾ ഉള്ള കാലഘട്ടത്തില് അമ്മ, അച്ഛൻ അല്ലെങ്കിൽ വാർദ്ധത്തിലേക്കുള്ളവരിനെയൊക്കെ വഴിയോരങ്ങളിൽ ഉപേക്ഷിച്ചിട്ട് അവരെ അറിയാതെ പോലെ നടക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലുള്ള സമയത്ത് സ്വന്തം രാജ്യത്തിന് ഒറ്റിക്കൊടുത്തിട്ട് ഒരു മാതൃസ്നേഹം അല്ലെങ്കിൽ രാജ്യത്തിനോടുള്ള ഒരു പ്രതിബദ്ധത ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അപ്പോ ഇത്തരത്തിലുള്ള സമയത്ത് രാമന്റെ ഈ മൂല്യങ്ങളൊക്കെ വളരെ പ്രധാനം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങൾ രാമായണത്തിൽ നിന്നുണ്ട്. അതിനുശേഷമാണ് സീതാസ്വീകരണത്തില് വിഭീഷണൻ തങ്ങാൻ പറയുമ്പോൾ രാമൻ പറയുന്നത്, ഇല്ല, ഭരതൻ എന്നെ കാത്തിട്ടുണ്ട്. ഭരതൻ അതിന്റെ ഇടയ്ക്ക് ഭീഷണിയൊക്കെ നടത്തിയിട്ടാണ് പോയത്. രാമൻ വരണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന ഭീഷണിയൊക്കെ നടത്തിയിട്ടാണ് ഭരതൻ പോയിരിക്കുന്നത്. ആ ഒരു സമയത്ത് രാമന്റെ ഉത്തരവാദിത്വത്തിനെ കുറിച്ച് നല്ല ബോധമുണ്ട്. എന്റെ ലക്ഷ്യം രാവണനെ വധിക്കുക എന്നതാണ്. അതിനുശേഷം അവിടെ നിന്ന് അവിടുത്തെ സുഖസൗകര്യങ്ങള് ഇതാക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് അത് ആസ്വദിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എന്റെ ജനനി ജന്മഭൂമിയിലാണ് ഞാൻ ഉണ്ടാവേണ്ടത്. അയോധ്യയിലേക്ക് വേഗം തന്നെ തിരിക്കണം, സീതാദേവിനെ കൊണ്ടുവരണം. അതാണ് രാമന്റെ ലക്ഷ്യം. രാമന്റെ ലക്ഷ്യം പൂർത്തിയായതിനു ശേഷം രാമൻ ഒരു നിമിഷം പോലും അവിടെ നിൽക്കണമെന്ന് രാമൻ ആഗ്രഹിക്കുന്നു. ഇതേപോലെയാണ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ പലരെയും മറന്നിട്ടുള്ള ഒരു സമയം, അങ്ങനെയുള്ള ഒരു സമൂഹത്തിലുള്ള സമയത്ത് രാമായണം നമുക്ക് തരുന്ന മൂല്യങ്ങൾ വളരെ വലുതാണ്. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ രാമായണം വായിക്കുന്നത് തന്നെ വളരെ ചുരുങ്ങി എന്ന് തോന്നുന്നു. പണ്ട് ഞങ്ങൾ മുന്നേ മുത്തശ്ശീന്റെ കൂടെയൊക്കെ വായിച്ചിരുന്നു. അച്ഛനമ്മ ഞങ്ങൾ പിള്ളേർ എല്ലാവരും ഒരുമിച്ചിരുന്ന് വായിച്ചിരുന്നു. അങ്ങനെ പണ്ട് എന്ന് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാമായണം. അതിനുശേഷം രാമായണത്തിന്റെ മൂല്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഒരുപക്ഷെ ഞങ്ങളുടെ ജനറേഷൻ, ഞാൻ ഉൾപ്പെടുന്ന ജനറേഷന് അത് കുറച്ചുകൂടിയും അതിന്റെ മൂല്യം മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീട്ടില് രാമായണം വായിക്കുക, പാരായണം ചെയ്യുക. പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ രാമായണത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ മൂല്യം മനസ്സിലാക്കി പാരായണം ചെയ്യുക. വെറും ഒരു കാവ്യം, ഒരു ഗ്രന്ഥം, ഒരു ഇതിഹാസവും അല്ല രാമായണം. അതിലുപരി നമ്മുടെ ജീവിതത്തിന് രാമായണം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മൂല്യങ്ങളുണ്ട്. എങ്ങനെ നമ്മൾ രാമനാവണം, രാവണനാവണം, സീതാദേവി ആവണം, ശൂർപ്പണഖയാവണം. രാമായണത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും ഓരോരോ പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടതും പഠിക്കാൻ പാടില്ലാത്തതുമായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു കാരണവും ഇല്ലാണ്ട് വെറുതെ ഒരു കഥാപാത്രത്തിന്റെ പേരല്ല രാമായണത്തിൽ. എല്ലാ കഥാപാത്രങ്ങളും, ചെറുത് വലുത്, രാമായണത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. വാത്മീകി ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് രാമായണത്തിൽ. അതോടൊപ്പം തന്നെ ഒരു കാര്യം, അധ്യാത്മരാമായണം എഴുത്തച്ഛൻ എഴുതിയത്, നമുക്ക് പലർക്കും അധ്യാത്മരാമായണം മാത്രം വായിച്ചിട്ട് കുറെ സംശയങ്ങളൊക്കെ വരും. രാമൻ എന്താ അങ്ങനെ ചെയ്ത, രാമൻ എന്താ ഇങ്ങനെ ചെയ്ത, സീതനെ എന്താ കാട്ടിൽ കൊണ്ടുപോയി കളഞ്ഞ, അങ്ങനെയൊക്കെ. പക്ഷെ അധ്യാത്മിക രാമായണത്തിലുപരി അധ്യാത്മരാമായണത്തിലുപരി വാത്മീകി രാമായണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അധ്യാത്മരാമായണത്തിലെ എഴുത്തച്ഛൻ രാമനൊരു ആധ്യാത്മ പുരുഷൻ ആയിട്ടാണ് കാഴ്ച വെച്ചിട്ടുള്ളത്. കാരണം കുറച്ച് ഈ രാമായണം നമ്മൾ കേരളത്തിൽ പാരായണം ചെയ്തു തരുന്ന സമയത്ത് കർക്കിടക മാസത്തിന് പഞ്ഞമാസം എന്നാ പറഞ്ഞിരുന്നത്. ആ സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് അധികം സന്തോഷമോ അല്ലെങ്കിൽ ഒരു ഹാപ്പനിങ്, ഒരു സമാധാനമായിട്ടുള്ള ഒരു സമയമായിരുന്നില്ല അത്ര അവരുടെ ജീവിതത്തിൽ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് രാമന്റെ ചരിതം, രാമന്റെ കഥകൾ വായിക്കുമ്പോൾ സന്തോഷവും ജീവിതത്തിന് ഒരു സമാധാനമൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള കാഴ്ചപ്പാടിലാണ് വരുന്നത്. അപ്പോഴാണ് എഴുത്തച്ഛൻ എഴുതുന്നതും രാമനെ ആധ്യാത്മിക പുരുഷനായിട്ട് എഴുത്തച്ഛൻ ചിത്രീകരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അത് മാത്രം നമ്മൾ വായിച്ച് നമ്മുടെ അറിവിനെ ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങളും പല പല വിമർശനങ്ങളും ഉണ്ടാവും. ഇതെല്ലാം വ്യക്തമായി വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാമൻ ഒരു മര്യാദ പുരുഷോത്തമനായിട്ടാണ് വാൽമീകി രാമായണത്തിൽ ചിത്രീകരിക്കുന്നത്. ആധ്യാത്മിക പുരുഷനെ ഉപരി രാമൻ എങ്ങനെ ആയിരിക്കണം ഒരാൾ എന്നുള്ള കാര്യങ്ങളൊക്കെ വാൽമീകി രാമായണത്തിൽ ഉണ്ട്. അപ്പോ എല്ലാരും രാമായണം പാരായണം ചെയ്യുക. പാരായണം ചെയ്യുന്നതിലുപരി ഇപ്പോഴുള്ള ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വീട്ടിലെല്ലാവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് വളരെ ചുരുങ്ങിക്കൊണ്ട് വരികയാണ്. മുന്നെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അമ്മ പറയുന്നത്, അമ്മയുടെ ചാച്ചയ്ക്കൊക്കെ രാമായണം, ചാച്ചയ്ക്ക് കണ്ണധികം കാഴ്ച കുറവാണ്, പക്ഷെ രാമായണം ചാച്ചയ്ക്ക് കാണാപ്പാടാ, വായിക്കേണ്ട ആവശ്യമില്ല, ചാച്ച ഇങ്ങനെ രാമായണം പാരായണം ചെയ്യുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊക്കെ അത് വായിച്ചാൽ പോലും അക്ഷരത്തെറ്റില്ലാണ്ട് സ്പഷ്ടമായിട്ട് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. പക്ഷെ ഇപ്പൊ എന്തോ കുറെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് ദൂരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒരുമിച്ചിരുന്ന് ഒരു 30 മിനിറ്റ്, നമുക്കൊക്കെ ചിലപ്പോ ഒരു 30 മിനിറ്റ് അല്ലേ, എന്തിനാ വായിക്കണം, ഒരു 30 മിനിറ്റ് 20 മിനിറ്റ് അല്ലേ. നമ്മുടെയൊക്കെ ജീവിതം 9 മുതൽ 5 വരെ ജോലി ചെയ്ത് അതിനുശേഷം നെക്സ്റ്റ് കാര്യങ്ങൾ ചെയ്ത് കിടന്നുറങ്ങി, അതേപോലെ ഒരു സൈക്കിൾ പോലെയാണ് നമ്മുടെ ജീവിതം പോണത്. അപ്പോ രാമായണ മാസത്തിലെങ്കിലും എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് കുറച്ചു നേരം രാമായണം വായിക്കുക, അതിന്റെ സന്ദേശങ്ങൾ അറിയാം. എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളൊക്കെ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള അറിവുകളായിരിക്കും. അല്ലാണ്ട് നമുക്ക് അവർ പറഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ ശരിയോ തെറ്റോ ഉണ്ടോ എന്ന് നമ്മളത് നോക്കുന്ന അറിവുകളായിരിക്കാം നമുക്ക് കിട്ടിയതിൽ പലതും. അതേപോലെ തന്നെ ഒരുപക്ഷെ മുത്തശ്ശൻ, മുത്തശ്ശി, പേരക്കുട്ടികൾ, അമ്മ, അച്ഛൻ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് രാമായണ പാരായണം ചെയ്യുമ്പോഴൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ പേരക്കുട്ടികൾക്ക് കിട്ടുന്ന അത്രയും വലിയൊരു അറിവാണ്. ഒരുപക്ഷെ നമ്മുടെ സ്കൂൾ ഇതിൽ നിന്നും കിട്ടാത്തത്ര വിദ്യാഭ്യാസമാണ്. ആ അഭ്യാസം അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ രാമായണ മാസത്തിന്, കർക്കിടക മാസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. രാമായണത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. രാമായണം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മൂല്യങ്ങൾ തരുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടില് വാർദ്ധക്യത്തിലുള്ളവരെ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് വെക്കാണ്ട് അവരുടെ കൂടെ കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു 30 മിനിറ്റോ 20 മിനിറ്റോ അവരുടെ കൂടെ രാമായണം വായിക്കാം. ഒരുപക്ഷെ നമ്മൾ എത്രത്തോളം അവർക്ക് പൈസ കൊടുത്തിട്ട്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ജീവിതം കൊടുത്തിട്ട് അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ കൂടെ ഒരു 10 മിനിറ്റോ, മക്കളുടെ കൂടെ, പേരക്കുട്ടികളുടെ കൂടെ ഒരു രാമായണം കാണാൻ സാധിക്കുന്നുണ്ടാവില്ല, നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല, പാരായണം ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ അവരുടെ കൂടെ സമയം ചെലവഴിച്ച് അവരുടെ കൂടെ ഉണ്ടാവുന്നതായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ എനിക്കും ഇത് ഒരു പുതിയ സാഹസത്തിനും മുതിർന്നു എന്ന് പറയാം. എനിക്കും രാമായണ സന്ദേശം നൽകുകയൊക്കെ എനിക്ക് പുതിയ കാര്യമാണ്. രാമായണം വായിക്കാറുണ്ട്, വീട്ടിലെ പ്രഭാഷണം കേൾക്കാറുണ്ട്, അച്ഛൻ പ്രഭാഷണത്തിനൊക്കെ പോകാറുണ്ട്, ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെ സ്കൂളിലെ പരിപാടിക്കൊക്കെ പോകലുണ്ട്. അല്ലാതെ രാമായണത്തിന്റെ സന്ദേശം കൊടുക്കുന്നതൊക്കെ എനിക്ക് പുതിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറെ തെറ്റുകൾ ഉണ്ടാവും. എല്ലാരും ക്ഷമിക്കുക. ഇനിയുള്ള അവസരങ്ങളിൽ അത് തിരുത്തി ഇനിയും നന്നായിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ തെറ്റുകളൊക്കെ ക്ഷമിക്കുക. എല്ലാവരും രാമായണത്തിന്റെ മൂല്യം മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുക. എല്ലാ കഥാപാത്രങ്ങളെയും ഉൾക്കൊണ്ട് രാമായണത്തിന്റെ മൂല്യം എന്താണെന്ന്, യഥാർത്ഥ മൂല്യം വെറുതെ വായിച്ചു പോകുന്നതിനോടുപരി അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനോടുള്ള ഇഷ്ടം കൊണ്ട്, അതൊരു ആരാധന കൊണ്ട്, രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും എടുത്താലും എല്ലാവരും രാമനോട് അതിയായ ഭക്തിയുള്ളവരാ, സ്നേഹത്തിലുപരി അത്രയും ഭക്തിയുള്ളവരാ എല്ലാവരും. എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. അപ്പൊ എല്ലാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഉൾക്കൊണ്ട് അതിന്റെ മൂല്യങ്ങളും അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കിയുള്ള ഒരു നല്ല ജീവിതം ആവട്ടെ. അതോടൊപ്പം തന്നെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാടിനെ തന്നെ ഒറ്റുകൊടുക്കുന്ന പലരുള്ള സമൂഹത്തില് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ള പരിപാടി, എന്തായാലും ഈ പ്രോഗ്രാം കൊണ്ട്, ഈ പരിപാടി കൊണ്ട് 30 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ചെറുതെങ്കിൽ ചെറുതാവട്ടെ, അതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം തന്നെ. അപ്പൊ ആ ഒരു പഠനം അല്ലെങ്കിൽ ആ ഒരു അറിവ് നമ്മളിലേക്ക് എത്തിയത് രാമായണം കൊണ്ടാണ്. WCSS ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഒരുപാട് നന്ദി എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന്. അതോടൊപ്പം തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി, നമസ്കാരം. അടുത്തതായി നന്ദി പ്രകാശിക്കുന്നതിനായി ശ്രീ സുരേന്ദ്രൻ അവരെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓൺലൈൻ പരിപാടിക്ക് സാക്ഷി വഹിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി WCSS തമിഴ്നാട് സമിതി ഭാരവാഹികൾ, കയ്യണി പ്രാദേശിക സമിതിയുടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ പരിപാടി സംഘാടക സമിതി അംഗങ്ങൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.
അടുത്തതായി വനിതാവേദി ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ വിശ്വനാഥൻ വെണ്ടൻ അവർകൾക്കും നന്ദി അറിയിക്കുന്നു. സ്വാഗതം ആശംസിച്ച ശ്രീ ദാമോദരൻ ചടയമിനി അവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് രാമായണ പാരായണം നടത്തിയ ശ്രീ സുമിത്ര വെണ്ടൻ അവർകൾക്കും ശ്രീ ഭാസ്കര മാസ്റ്റർ വെണ്ടൻ അവർകൾക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ വിലപ്പെട്ട സന്ദേശം നൽകിയ ഇന്ന് പരിപാടിയുടെ ശ്രോതാക്കളായി പങ്കെടുത്ത എല്ലാവർക്കും കയ്യണി പ്രാർത്ഥന സമിതിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്ലോകം ചൊല്ലുന്നതിന് പുഷ്പ വെണ്ടന അവരുടെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമന്റെ വനവാസം തൊട്ട് രാവണന്റെ വധം വരെ 4 വരിയിൽ നമുക്ക് വിവരിച്ചു തന്ന കവിയോട് ആദ്യം. പൂർവം രാമ തപോവനാദിഗമനം ഹത്വ മൃഗകാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനമനം ഏതാദി രാമായണം